സരോജം, ഇതിന് ചൂടില്ലല്ലോ, എങ്ങനെയാ ഇത് കഴിക്കുക? അച്ഛന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് നോക്കിയേ. ആ ഫയൽസിന്റെ കാര്യത്തിൽ നിർമ്മല എടുത്ത തീരുമാനം വളരെ അമുഖമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൂടി പറയാനാ ഞാൻ നിയമത്തിന്റെ മുന്നിലെത്തിക്കും. അതൊന്നും എടുക്കല്ലേ, നീ അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. പെട്ടെന്ന് കീഴടങ്ങുന്നവരായിരുന്നെങ്കിൽ കഴിഞ്ഞ 15 വർഷം അറിയാം സർ, ആ പവർ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാനും എന്റെ കൂട്ടരും അതിന് മുന്നിട്ടിറങ്ങി. സരോജം, ഞാൻ ഈ തോരൻ ചൂടാക്കി തരാൻ നിന്നോടല്ലേ പറഞ്ഞത്? വേറെ ആരെയെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് താല്പര്യമുള്ളവര് എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അല്ലാത്തവരിവിടെ എന്റെ ഒരു കാര്യം നോക്കണ്ട. നീ ആ ചോറെടുത്ത് വല്ല പട്ടിക ഇട്ടു കൊടുക്ക. ഇതുകൊണ്ട് അങ്ങേരുടെ പെങ്ങൾ പോലും ഇയാളോട് മിണ്ടാത്തത്. മോൾ ഇത് കാര്യാക്കണ്ട, ഇത് പോകെ പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്താ? അല്ല, ഞാൻ വെറുതെ അങ്ങനെ ഇപ്പൊ വെറുതെ നിക്കണ്ട, എന്തെങ്കിലും വാങ്ങണേ വാങ്ങിട്ട് പോവണ്ട. ഞാനിവിടെ ഇച്ചിരി നേരം നിന്നെന്ന് വെച്ച ആകാശം നോക്കിയും കണ്ടൊക്കെ സംസാരിച്ചോളണം. നോക്കിയും കണ്ടും ഒക്കെ തന്നെ അടി സംസാരിക്കുന്നത്. നീ എന്തിനിങ്ങനെ കിടന്ന് തിളയ്ക്കണത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. കുറെ നാളുകളായി ഇത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഒന്ന് തന്നൂടെ? ചേച്ചി ഒരു പാക്കറ്റ് മാവ്. അച്ഛനോടെ ഉണ്ടായിരുന്ന മാവ് വാങ്ങിച്ചോ? പിടി. എന്തിനാ ഒരു കവർ മാവിങ്ങെടുത്തേ. എത്ര നേരമായി ഇവിടെ നോക്കി നിൽക്കുന്നു. പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. വേവാട്ടെ. ബാബുനെ ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, നീ വാ. മോനെ റാമേ, ആ മാമി. നിന്റെ അച്ഛനെ ബാലൻസ് എടുക്കാൻ മറന്നുപോയി. താങ്ക് യു. എന്തിരച്ചത് ഭയങ്കര ആർമിയാണ്. എന്തായിരുന്നു പോയിട്ട്? അത് വലിയ ഗുണമൊന്നുമില്ലടാ. അവരവസാനം ഷുഗർ പ്രശ്നമാണെന്ന് പറഞ്ഞു വിട്ടു. അത് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. നീ പോയ കാര്യം എന്തായി? സ്ഥിരം കഥ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഷുഗറിന്റെ കാര്യം എന്താ പറഞ്ഞു? അവർ പറഞ്ഞത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ച്, ആരെയും കാണിച്ച് ഷുഗർ 200 താഴെയാക്കി കൊണ്ടിയല്ല. ആ ഡോക്ടർ ഒരു പെണ്ണായതുകൊണ്ടാണ്. ആണായിരുന്നെങ്കിലേ ഇതങ്ങ് ശരിയായി പോയെന്ന്. അച്ഛാ, ഷുഗർ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ആണാണേലും പെണ്ണാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്ത് കാണിക്കാനാണോ പറഞ്ഞത്? പുറത്ത് കാണിക്കാനാ പറഞ്ഞത്. അതേതായാലും നടക്കൂല. അതെന്താ നടക്കാത്ത? അതെന്താ നടക്കാത്തത് നിനക്ക് അറിഞ്ഞൂടെ? എടാ, ഞാൻ ആ വീടിന്റെ മുകളിൽ മുറിയൊക്കെ കെട്ടിയിട്ട് നിന്നെ ഒരുത്തരെ വിശ്വസിച്ചിട്ടാ. നീ നിന്റെ തൊഴിലിൽ മേളിലേക്ക് വരും, കുറെ കാശുണ്ടാക്കും. ആ പൈസ ഇതൊക്കെ അടച്ചു തീർക്കാവുന്ന ഞാൻ കരുതിയത്. നിന്റെ തൊഴിൽ നീ മേലെ വന്നതുമില്ല, പൈസ ഉണ്ടാക്കിയതുമില്ല. ഞാൻ മൊത്തം കടത്തിലുമായി. അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ. എനിക്ക് എന്റെ പെൻഷൻ ഇല്ലേ? അതിന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ. പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ. അതാ ഞാനും പറഞ്ഞത്. എടാ, ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം, അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് സെറ്റിലാകണം. നീ എന്താടാ ചെയ്തത്? തൊഴിലിൽ നീ മേലെ വന്നതുമില്ല, എന്റെ മൊത്തം കണക്കൂട്ടല് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ. എടാ, ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അവിടെ അല്പം കാശുണ്ടാകണം. അത് സ്വർണമായിട്ടായാലും മതി. പക്ഷെ നിന്റെ പെണ്ണ് എന്താടാ കൊണ്ടുവന്നത്? ഇതൊരു ധർമ്മ കല്യാണമായിരുന്നല്ലോ. നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു.
എടാ അവരെന്നോട് വാക്ക് പറഞ്ഞ 15 പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല. ഈ ഒരു വകയും ഇല്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം ശരിയാക്കൂ. ഒന്ന് പോടാ. അച്ഛാ അച്ഛൻ്റെ ഷുഗർ കുറയ്ക്കുന്നതിൻ്റെ ചിലവ് ഞാൻ നോക്കിയോളാം. അതുപോലെ സാറേ ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നമുക്ക് തൽക്കാലം നമുക്ക് ഇൻസുലിൻ എടുക്കാം. കാരണം നിങ്ങൾ ഈ ഓപ്പറേഷന് പോകുന്നതുകൊണ്ട് തൽക്കാലം ഇൻസുലിനാണ് നല്ലത്. അല്ല സാറേ, ഇപ്പോ രാവിലെയും വൈകിട്ടും 2 നേരം അതിപ്പോ 2 നേരം തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. തൽക്കാലം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ എങ്ങനെയുണ്ട്, അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷം പിന്നെ ഡോസ് തീരുമാനിക്കാം. അല്ല സാറേ, ഒരു കാര്യമുണ്ട്. അച്ഛന് സൂചി ചെറിയൊരു പേടിയുണ്ട്. അതിപ്പോ സൂചി ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അതിപ്പോ എടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇൻസുലിന്റെ, പ്രത്യേകിച്ച് ഇൻസുലിന്റെ സൂചി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഫൈനായിട്ടാണ്. നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എഴുതുന്നത് തന്നെ മറന്നു പോകും. അല്ല ചെയ്ത് വലിയ പരിചയമില്ല. അതിപ്പോ ഞാൻ പഠിപ്പിക്കും. ഒരാളുടെ സഹായം ഇല്ലാതെ ഇപ്പൊ നമുക്ക് ഇൻസുലിൻ പേനയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഒരാളുടെയും സഹായം ഇല്ലാതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാനിപ്പോ പഠിപ്പിച്ചു തരാം. അതെല്ലാം പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഇപ്പൊ തന്നെ ഈ ഐ ഓപ്പറേഷൻ ഒക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. അതിനായി സ്പെഷ്യലൈസ് ചെയ്ത പ്രൈവറ്റ് സെന്റേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ ചെയ്യാം. ഇതേ വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. അച്ഛന് ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം. എനിക്കൊരാളെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴേ ലേറ്റ്. ഓക്കെ, പിടിച്ചോ. വാ. ആ വണ്ടി പോകും. വീട്ടിൽ കാണാട്ടോ. ചേട്ടാ കയറിയോ? കരമന അല്ല പേട് പേടാ. പൂജപ്പുര. ഇവിടെ ആരെങ്കിലും ചേച്ചി കയറിയോ? ഫ്രണ്ടിലോട്ട് നോക്കിയോ? ഇവിടേക്കാണ് പോകുമ്പോ ഇവിടെ അവിടേക്ക് കയറിയല്ലേ? ചേട്ടാ ഒന്ന് ബാക്കിലോട്ട് സീറ്റിലോട്ടിരിക്കാവോ? എനിക്ക് ജനലിന്റെ അടുത്തുള്ള സീറ്റ് വേണം, പുറകിലതില്ല. ചേട്ടാ എനിക്കിരിക്കാനാണ്, ഒന്ന് ബാക്കിലോട്ടിരിക്കാവോ? പുറകിലൊക്കെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിരിക്കെ. ഞാൻ എന്തിനോട് മാറും? ചേട്ടാ ഇത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ സ്ത്രീകളെ നെല്ലി വെച്ചതുകൊണ്ട് അത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ അവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടോട്ടിരിക്കും. നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. ചേട്ടാ എനിക്ക് ചേട്ടനോട്ടിരിക്കാൻ താല്പര്യമില്ലെങ്കിലോ? പുറകെ സീറ്റില്ലെങ്കിൽ ശരി സമ്മതിക്കാം. പുറകിലെ സീറ്റ് ഉള്ളപ്പോൾ ചേട്ടൻ അങ്ങോട്ടിരുന്നോടെ. ഇത് ശരിയാണ്. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല കൊച്ചെ. അവിടെ കാണാൻ പോയിരിക്കുമ്പോ. ചേട്ടാ ഇത് പറഞ്ഞ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. എന്നെ കൊണ്ട് മാറ്റിക്കേട്ടേക്കരുത്. ഒന്ന് പുറകോട്ട് ഇറങ്ങിയിരിക്കണം പ്ലീസ്. പറ്റില്ലെങ്കിലോ? ഇങ്ങോട്ട് പൊറോട്ട ഇവിടെ സീറ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ആവശ്യമില്ലാതെ ഇവിടുമാർക്കൊക്കെ കയറി വക്കാലത്ത് പിടിക്കുന്നത്. എന്താ വക്കാലത്ത് പിടിച്ചെന്ന് ചേട്ടാ ചോദിക്കേട്ടാ. ഞാനിവിടെ ഇത് ലേഡീസിന്റെ സീറ്റാണ്, എനിക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ഇത് ലേഡീസിന്റെ സീറ്റാണ് എഴുതി വെച്ചത്. ഇതൊരു ബസ്സാണ്, ഇതിൽ കുറച്ച് നിയമമൊക്കെ ഉണ്ട്. സ്ത്രീകളെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്ത്രീകളെന്താ മാറി കൊടുക്കണം. കണ്ണാണത്തില്ലേ സ്ത്രീകൾ എഴുതി വെച്ചത്? പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പുറത്തോട്ട് മാറിയിരിക്കും. തുല്യ അവകാശം വേണമെന്ന് ടിവിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. എന്റെ പൊന്നേട്ട പയ്യന്മാര് മൊബൈലൊക്കെ എടുക്കാൻ ഇനി ആകെ പ്രശ്നമാവും. പുറത്തോട്ട് എടോ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് മാറില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തു. എടോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. അപ്പൊ നീ ഇരിക്കുക. ഞാനൊന്ന് കാണട്ടോ, ഇരിക്കുന്നേ. നിങ്ങളെ ബാക്കിലോട്ട് മാറ്റിയിരുത്താം.
ഒരു ലേഡിയോട് സംസാരിക്കുന്ന രീതിയാണോ ഇത്? ഞാൻ മാറിക്കില്ല, മാറിക്കില്ല. ഇടപെടാൻ ആവശ്യമില്ലാതെ ഇവിടെ വക്കാൻ എന്റെ പൊന്നേട്ടാ, ബാക്കിയുള്ള ആൾക്കാരുടെ സമയം കൂടി മെനക്കെടുത്താതെ ഒന്നുകിൽ നിങ്ങൾ പൊറോട്ട ഇറങ്ങി അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി. അല്ലെങ്കിൽ ഇറങ്ങി പോണം. ആ ഇറങ്ങി. ചേച്ചിക്ക് വല്ല പാർട്ടിയിൽ ചേർന്നൂടെ? ഇങ്ങനെ പോയാൽ നല്ല ശോഭിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. ഓരോന്ന് കയറി വന്നോളൂ മെനക്കെടുത്താനായിട്ട്. ഓ പെണ്ണുങ്ങളെ സീറ്റിലേ ഇരിക്കൂ. നിങ്ങളെ കാലഘട്ടം ഞങ്ങൾക്ക് പോണം. താങ്ങടാ താങ്ക്. ആണുങ്ങളുടെ ചന്തി പൊടി തട്ടുമ്പോഴേ പെണ്ണുങ്ങളുടെ മൂടങ്ങോട്ട് നന്നായിട്ട് താങ്ങിക്കൊടു. എന്നിട്ട് ഒരു ദിവസം ഇവളുമാരെല്ലാം കൂടെ ആണുങ്ങളെ ചാക്കി കെട്ടി നടുക്കടലിൽ കൊണ്ട് താക്കും. അപ്പോഴും നീയൊക്കെ പറഞ്ഞോളും അവർ ചെയ്യുന്നത് ശരിയാണ്. എടി കൊച്ചേ, നീ ഒന്ന് മനസ്സിലാക്കിക്കോളും, ഈ ലോകത്ത് ആണ് കഴിഞ്ഞേ ഉള്ളൂ പെണ്ണ്. അത് നിനക്കറിയില്ലെങ്കിലേ നീ വീട്ടിൽ ചെന്ന് നിന്റെ തന്തയോട് ചോദിക്കും. ഇങ്ങനെ ഒരിടത്തിനെ പടച്ചു വിട്ടിട്ട് അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആരാണ്? എന്നിട്ട് നീ എന്ത് പറഞ്ഞതാ? എന്തു പറയാൻ, അച്ഛന് ചോറ് കുറക്കുന്നതിന്റെ ചെലവ് ഞാൻ നോക്കാന്ന് പറഞ്ഞു. വാക്ക് കൊടുത്തു കേട്ടാ, ഇനി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ചേട്ടനെ കാണുമെന്ന് പറഞ്ഞു. ചേട്ടാ എൻ്റെ പടത്തിൻ്റെ വർക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഡയറക്ടറിന് വല്ല സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടോ? കാശിന് നല്ല ആവശ്യമുണ്ട് കേട്ടാ, പറയാണ്ടിരിക്കാൻ വയ്യ. എടാ അതെ, ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ ആളെ കിട്ടുമോ ചോദിച്ചിരുന്നു. ആ ഇപ്പോൾ കഥയോ? കഥയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ എത്രയാണെങ്കിലും കുഴപ്പമില്ല, ചേട്ടൻ ചോദിക്കേ. ആ ഞാൻ ചോദിച്ചു നോക്കാം. ഓക്കെ ഏട്ടാ. രാവിലെ വെറും വയറ്റിൽ ചായ കുടിച്ചാലേ വയറിന് പ്രശ്നമാവും. ഞാൻ കൊടുക്കാം. വേണ്ടെന്ന് ഞാൻ കൊടുക്കാം. കൊടുക്കാം, ഞാൻ കൊടുക്കാടാ. കൊടുക്കാം. എന്നാ കൊടു. സരോജം, എടി സരോജം, എന്താ നീ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചേ. എന്തു പറ്റി? നീ വിളിക്ക്. എന്തിനാ വിളിക്കാനല്ലേ പറഞ്ഞത്? വന്ദന മോളെ, വന്ദന. എന്തമ്മ? സരോജം, ആ സ്റ്റാൻഡിന്റെ മേളിലിരിക്കുന്ന ചെരുപ്പ് താഴെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയിടാൻ പറ. ഇനി എന്റെ ചെരുപ്പെടുത്ത സ്റ്റാൻഡിന്റെ മേളിൽ വെക്കാൻ പറ. ഈ വീട്ടിൽ സ്ത്രീകളുടെ ചെരുപ്പ് പോലും പുരുഷന്മാരുടെ ചെരുപ്പിന് മേളിൽ വരാൻ പാടില്ല. പല വെട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഓർത്തിരുന്നാൽ നല്ലത്.